ആവശ്യമുള്ള ഒരു കറക്റ്റ് ടൈമിലാണ് ചെയർമാൻ ഇത്തരം ഒരു തീരുമാനത്തിലെത്തിയത് നമ്മളെല്ലാം വിഭജിച്ചത്. ഇത് തീർച്ചയായും ഇനി അങ്ങോട്ടുള്ള ദിനേശിന്റെ പോക്കിൽ ഇത് വലിയ ഗുണം ചെയ്യും. ദിനേശിനെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ ഇതൊരു പുതിയ ഊർജ്ജമായി ക്ലാസ് ഉണ്ടാവും. ആ നിലയിൽ ഇതിന്റെ ബഹുമാനപ്പെട്ട ഫാക്കൽറ്റികൾക്ക് സിറ്റി സാർ മുതൽ മുലാഷ് സാർ വഴി നമ്മുടെ ബാബു സാറിലേക്ക് എത്തിയപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. അതിനുള്ള ദിനേശിന്റെ എല്ലാവരും അഭിപ്രായം പറയുകയും സ്ഥാപനത്തിന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ എല്ലാവരും പ്രത്യേകം ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു ഉദ്യമത്തിന് വേണ്ടി ഇത്രയും കാലം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഉദ്യമത്തിന് വേണ്ടി ദിനേശിന്റെ ജീവനക്കാരെ ഇങ്ങനെ ക്ലാസ്സിലേക്ക് എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ഔപചാരികരുടെ പേരിൽ നന്ദി പറയുകയാണ്. ഇന്ന് ഇവിടെ വന്നപ്പോ വീട്ടില് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേരത്തെ അഭിലാഷ് സാറോട് അവതരിപ്പിച്ചപ്പോ നമ്മൾ വീട്ടിൽ എന്താണോ സംഭവിക്കുന്നത് അതുപോലെ തന്നെ തോന്നുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അപ്പൊ അത് അങ്ങനെയല്ല എന്നുള്ളത് 100% ബോധ്യം കഥ പറയുമ്പോഴേ ഉണ്ടായിരുന്നു. പക്ഷെ അത് തിരിച്ചു വന്ന് നമ്മളിലേക്ക് എത്തിയപ്പോ അത് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും പിടിച്ച് കുലുക്കുന്ന രീതിയിൽ ആ വിഷയത്തെ എത്തിച്ചു എന്നുള്ളത് സാറിന്റെ വലിയൊരു കഴിവ് തന്നെ. നേരത്തെ സെക്രട്ടറി സാർ പറഞ്ഞ മാതിരി 2 തരത്തിലാണ് ബാബു സാർ അവതരിപ്പിച്ചത്. ബാബു സാറിന് നേരത്തെ പരിചയമുണ്ട്. ബാബു സാർ അവതരിപ്പിച്ചതിന്റെ രീതി വേറെയാണ്. ഈ ക്യാഷ് പറഞ്ഞു തന്നപ്പോ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡും നോളേജും ഇതൊക്കെ അതിൽ നമുക്ക് ബോധ്യപ്പെട്ടു. അതേപോലെ തന്നെ ഈ നമ്മുടെ ഈഗോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈഗോ ഉണ്ട്. അപ്പൊ നമ്മുടെ ഓഫീസിലായിക്കോട്ടെ നമ്മുടെ വീട്ടിലായിക്കോട്ടെ എവിടെ പോയാലും നമ്മുടെ ഈഗോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് ഏത് രീതിയിലായിരിക്കണം നമ്മുടെ ഈഗോ വേണ്ടത് എന്നുള്ള ഒരു അനാലിസിസും കൂടെ വന്നപ്പോൾ അത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. നമുക്ക് 22 നേരത്തെ പറഞ്ഞ പോലെ 22-ലും 16-ലും 14-ലും ഇടയിലൊക്കെ നമ്മൾ നിൽക്കണം. 22 പോകാൻ പാടില്ല, 16-ന്റെ താഴേക്ക് നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കണക്കൂട്ടിയപ്പോൾ നമ്മൾ എഴുതി വന്നപ്പോൾ കറക്റ്റ് ബോധ്യപ്പെട്ടു ഏത് രീതിയിലാണ് നമ്മൾ ഓരോരുത്തരെയും ഈഗോ നിൽക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതെല്ലാം തന്നെ ഭാവിയിൽ നമ്മുടെ ദിനേശിന് ഗുണം ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് വലിയൊരു കാര്യമായി ഞാൻ കണക്കാക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാ സാറന്മാരെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു.